ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്ന് നമ്മളൊരു ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ഡിഫറൻസ് ആണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഈ ഒരു ആപ്പിളിന്റെ എയർപോഡ്സും അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മൾ അൺബോക്സ് ചെയ്ത ഹുവാവിയുടെ ഈ ഒരു ഫ്രീബഡ്സ് 3യും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇയർഫോൺ ഏതാണ്? ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റിലും ഏറ്റവും നല്ലത് ഏതാണെന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവയാണ് ഈ ഒരു ഹുവാവിയുടെ ഫ്രീബഡ്സ് 3യുടെ ബോക്സും അതുപോലെ തന്നെ ആപ്പിളിന്റെ എയർപോഡ്സിന്റെ ബോക്സും വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നെ ഇതിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. കാഴ്ചയിൽ എയർപോഡ്സ് കുറച്ച് ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു എയർപോഡ്സിന്റെ ഡിസൈൻ വരുന്നത് ഒരു ചതുരത്തിലുള്ള ഡിസൈനാണ്. ഇതാണെങ്കിൽ ഒരു റൗണ്ടഡ് ഡിസൈനുമാണ് ഹുവാവി നൽകിയിട്ടുള്ളത്. ഹുവാവി ഫ്രീബഡ്സ് 3ക്ക് കാണാന് പുതുമയാർന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഹുവാവിയുടെ ഈ ഒരു ഫ്രീബഡ്സ് 3 തന്നെയാണ്. ഒരു വെറൈറ്റി ഡിസൈൻ. എയർപോഡ്സ് കണ്ട് മടുത്തതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ബഡ്സ് ആണ്. ഇതാണ് ഹുവാവിയുടെ ഫ്രീബഡ്സ് 3യുടെ ബഡ്സ് വരുന്നത്. ഇത് ആപ്പിളിന്റെ എയർപോഡ്സിന്റെ ബഡ്സ്. അപ്പോൾ ഇതിന്റെ ഡിസൈനിൽ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട്. ആപ്പിളിന്റെ എയർപോഡ്സ് വരുന്നത് ഒരു സിംഗിൾ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഹുവാവി ഒരു 2 പാർട്ട് മോഡലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ട്രൈറ്റ് ലൈനും അതിന് തട്ടുപുറത്തായിട്ട് നമുക്ക് ചെവിയിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ഭാഗവും. അപ്പോൾ കാഴ്ചയിൽ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട്. കൂടാതെ ഇതിന്റെ സെൻസറുകൾ നോക്കുകയാണെങ്കിൽ ഹുവാവിയുടെ കുറച്ച് വലിയൊരു സെൻസറും അതുപോലെ തന്നെ ഒരു സ്പീക്കറിന്റെ ഒരു ഔട്ട്പുട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിളിൽ 2 സെൻസറുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ സൈഡിലായിട്ടൊരു സെൻസർ. ഹുവാവിക്ക് ഇതിന് താഴെയായിട്ട് ചെറിയൊരു കണക്ഷനാണ് കൊടുക്കുന്നത്, ഇവിടെ ഇങ്ങനെയായിട്ട്. പിന്നെ ഇതിന്റെ പിൻഭാഗത്തായിട്ട് മൈക്ക് കൊടുക്കുന്നുണ്ട് 2 ഫോൺ. അതുപോലെ തന്നെ താഴെയും ഒരു മൈക്ക് കൊടുക്കുന്നുണ്ട്. താഴെയാണ് ഇതിന്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത്. അപ്പോൾ ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഹുവാവിയുടെ ബഡ്സ് കുറച്ച് വലുതാണ്. ഇതിൽ ടൈപ്പ് സി ചാർജിങ് കേബിളും അതുപോലെ തന്നെ ആപ്പിളിന്റെ ലൈറ്റ്നിങ് കേബിളുമാണ് ആപ്പിളിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഹുവാവിക്ക് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ഈ ഒരു ബാറ്ററി കേസിലെ ചാർജിങ് അറിയുന്നതിനായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആപ്പിളില് എല്ലാ ഇൻഡിക്കേഷനുമായിട്ട് ഇതിന് ഉള്ളിലായിട്ട് സിംഗിൾ LED ഇൻഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എയർപോഡ്സിലെയും അതുപോലെ ഈ ഒരു കേസിലെയും ഒക്കെ ചാർജ് ഇതിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഹുവാവി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന് താഴെയായിട്ട് ഇതിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ചാർജ് ആണെന്നും അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ചാർജ് കമ്മിയാണെന്നും റെഡ് ആണെന്നുണ്ടെങ്കിൽ ചാർജ് തീരെ കഴിയാറായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ആപ്പിളിന്റെ ഈ ഒരു റീസെറ്റ് ബട്ടൺ വരുന്നത് ഇതിന്റെ പിൻഭാഗത്തും ഹുവാവിയുടെ ഈ ഒരു സൈഡ് ഭാഗത്തുമായിട്ടാണ്. ഈ ഒരു ബട്ടന്റെ സൈസിലും ചെറിയ മാറ്റം വരുന്നുണ്ട്. ആപ്പിൾ കുറച്ച് വലിയൊരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഹുവാവി കുറച്ചുകൂടി ചെറിയൊരു ബട്ടണാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹുവാവിയുടെ ഈ ഒരു കേസിൽ ചാർജിങ് ബാക്കപ്പ്, അതായത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 410 mAh. അതുപോലെ ഈ ഒരു ആപ്പിളിന്റെ ഈ ഒരു കേസിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 398 mAh. പിന്നെ ഈ ഒരു സിംഗിൾ ബഡ്സിൽ ഹുവാവിയുടേതിന് വരുന്നത് 30 mAh. അതുപോലെ തന്നെ ആപ്പിളിൻ്റെത് വരുന്നത് 93 mAh. പക്ഷെ രണ്ടിനും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 4.5 to 5 മണിക്കൂർ വരെ തന്നെയാണ്. പിന്നെ ഇതിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഇതിന്റെ സെൻസറിൽ തന്നെയാണ്. ആപ്പിളിന്റെ സെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ വെച്ചതിന് ശേഷം നമ്മൾ മ്യൂസിക് ഓൺ ചെയ്താൽ ഈ ഒരു ബഡ്സ് ചെവിയിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പോസ് ആവുന്നത് കാണാം. അതുപോലെ തന്നെ വീണ്ടും ചെവിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും. ഹുവാവിയിൽ അങ്ങനെ ഒരു സംവിധാനം കൊടുത്തിട്ടില്ല. ഈ ഒരു കേസിലേക്ക് നമ്മൾ ഇട്ട് കേസ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി റിമൂവ് ആവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഫോണുമായിട്ട് പെയറായി ഇതിലൂടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ഹുവാവിയെ ആപ്പിളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ എന്നൊരു സെറ്റിംഗ്സ് ആണ്. അതായത് നമുക്ക് പുറത്തുള്ള ആംബിയൻ നോയിസ് പറ്റ കമ്മിയാക്കി നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിലുള്ള സൗണ്ടിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹുവാവി ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ എന്ന സംവിധാനം കൊണ്ടുവന്നു. ഇതിനു മുമ്പ് ഞാനൊരു ഹുവാവിയുടെ ഫ്രീബഡ്സ് 3യുടെ അൺബോക്സിംഗ് നടത്തുകയുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു നോയിസ് ക്യാൻസലേഷന്റെ സിമുലേഷൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരും. അതിലായിട്ട് ഇതിന്റെ ഒരു അൺബോക്സിങ്ങും ഇതിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹുവാവി ഫ്രീബഡ്സ് 3യുടെയും അതുപോലെ ആപ്പിൾ എയർപോഡ്സിന്റെയും മൈക്ക് ടെസ്റ്റിംഗ് ആണ്. കാര്യമായിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണൊക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് പാട്ട് കേൾക്കാനും മറ്റൊന്ന് കോളിങ്ങിനുമാണ്. കോളിങ്ങിൽ വയർഡ് ഹെഡ്ഫോൺ ആവുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് കൊണ്ടു നടക്കാനും. ഇതിനൊക്കെ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണെങ്കിൽ ലോങ് ടൈം ഒക്കെ നമുക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ കീശയിലിട്ട് കൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതിന്റെ മൈക്ക് ക്വാളിറ്റി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 ഫോണുകളിലുമായിട്ട് ഞാൻ ഈ ഒരു ആപ്പിളിന്റെ എയർപോഡ്സും അതുപോലെ ഹുവാവിയുടെ ഫ്രീബഡ്സ് 3യും കണക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് വോയിസ് മെമ്മോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 ഹെഡ്ഫോണിന്റെയും വോയിസ് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ആ വോയിസ് മെമ്മോ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഐഫോണിന്റെ എയർപോഡ്സിൽ നിന്നുമാണ്. ഈ ഒരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുണ്ടാവും. എത്രത്തോളം പുറത്തുനിന്നുള്ള നോയിസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്വിച്ച് ചെയ്ത് മാറ്റുന്നതാണ് ഇടയ്ക്ക് ഇത് ഹുവാവിയുടെ ഈ ഒരു ഫ്രീബഡ്സ് 3യിലേക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു ഹുവാവിയുടെ ഫ്രീബഡ്സ് 3യിൽ നിന്നുള്ള വോയിസ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു വോയിസ് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മൈക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ മൈക്ക് ക്വാളിറ്റി എന്നുള്ളത്. കാരണം രണ്ടും ഞാൻ ഒരേ സ്പോട്ടിൽ ചെവിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ കറക്റ്റ് ആയിട്ട് നേരെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു മൈക്ക് ക്വാളിറ്റി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഒരു ഏകദേശം ക്വാളിറ്റി. ഞാൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് നിൽക്കാം. അപ്പൊ ഇതിന്റെ ഒരു നോയിസ് ഒക്കെ എത്രത്തോളം എടുക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു നോയിസ് കേട്ടത് ഈ ഒരു ആപ്പിളിന്റെ എയർപോഡ്സിൽ നിന്നാണ്. ഇനി നമുക്ക് ഇതേ നോയിസ് നമുക്ക് ഈ ഒരു ഫ്രീബഡ്സ് 3യിൽ നിന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു നോയിസ് എത്രത്തോളം എടുക്കുമെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു മൈക്ക് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. എത്രത്തോളം ക്വാളിറ്റി ഏതിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ സ്പീക്കർ ക്വാളിറ്റിയിൽ ഹുവാവി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കുറച്ചുകൂടി ബാസ് ഈ ഒരു എയർപോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോങ് ഒക്കെ കേൾക്കാൻ ഏറ്റവും ബെറ്റർ ഈ ഒരു ഹുവാവി തന്നെയാണ്. മൈക്ക് ക്വാളിറ്റി എനിക്ക് എഡിറ്റിങ്ങിലാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുക. അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈം യാത്രകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹുവാവിയുടെ ഒരു ഫ്രീബഡ്സ് 3 എടുത്തിട്ട് നമ്മൾ ഇതിൽ നോയിസ് ക്യാൻസൽ ഓൺ ആക്കുകയാണെങ്കിൽ കാമായിട്ട് ഒരു അന്തരീക്ഷം നമുക്ക് ഇത് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മ്യൂസിക്കിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനും സാധിക്കും. നമ്മളൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹുവാവി ഫ്രീബഡ്സ് 3യും അതുപോലെ തന്നെ ആപ്പിളിന്റെ എയർപോഡ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോക്കുക. താങ്ക് യു.